വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ മറുപടി തരുന്ന, നമ്മുടെ അവസ്ഥകൾക്കൂടൊക്കെയും ദൈവം നമ്മളെ കടത്തിവിട്ട് ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടതിനായിട്ട് ഇന്ന് രാവിലെ കാലം നമ്മളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായമായിരുന്നു നമ്മൾ കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഹീറോസ് ഓഫ് ഫെയ്ത്ത്, കോൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നായകന്മാരെ, വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരും വിശ്വാസത്താൽ ദൈവത്തിന്റെ മഹത്വം കണ്ടവരുടെ ഒരു വലിയ നിര കഴിഞ്ഞ ദിവസം നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഹാബേലിനെ കുറിച്ച് നമ്മൾ ഇത് മാസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിൽ ഒരാളെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഹാബേല് വിശ്വാസത്താൽ യാഗം കഴിച്ചു. ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. അതുപോലെ തന്നെ അബ്രഹാമിനെ കുറിച്ച് പഠിച്ചു. നോഹ വിശ്വാസത്താൽ പെട്ടകം തീർത്തു. അബ്രഹാം വിശ്വാസത്താൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഹി വാണ്ടേഡ്. നോക്കണം, വിശ്വാസത്താൽ പറയാൻ കൊള്ളാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആണ് നമുക്കിഷ്ടം. പക്ഷെ നോക്കണം, അബ്രഹാം ഹി വാണ്ടേഡ്, അവൻ അലഞ്ഞു തിരിഞ്ഞു, ലക്ഷ്യമില്ലാതെ അവന് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിശ്വാസത്താൽ. അങ്ങനെ സാറയെ കുറിച്ച്, സാറ ദൈവം വിശ്വസ്തനെന്നെണ്ണി വിശ്വാസത്താൽ പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. അങ്ങനെ ഇസഹാക്കിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കാനിടയായി തീർന്നു. താൻ വാർദ്ധക്യത്തിൽ തന്റെ മക്കളെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചു. ഇന്ന് അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 22-ാം വാക്യം, 11-ന്റെ 22-ാമത്തെ വാക്യത്തില് അടുത്തൊരാളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ഇന്ന് ജോസഫിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ആരും കടന്നു പോകുന്ന വിഷയത്തിനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല ജോസഫിന്റെ അനുഭവങ്ങൾ. ജോസഫ് ആയിരുന്ന അനുഭവങ്ങള് അതിന്റെ ആഴം ഒട്ടും കുറവായിരുന്നില്ല. എന്നാൽ ദൈവം ഉയർത്തി മാനിച്ച് ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള താതാത്മ്യ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. അബ്രഹാം കർത്താവിന് പ്രതിരൂപ പുരുഷനാണ്, യാക്കോബ് പ്രതിരൂപ പുരുഷനാണ്, ദാവീദ്, ഓരോരുത്തരും പഴയ നിയമത്തിലെ ശമൂവേൽ പ്രവാചകന്, ഇവരൊക്കെയും തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച്, മോശ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ മോശ, അഹരോന്, ആദ്യത്തെ ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അഹരോന്, ഇവരെല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്നു. പഴയ നിയമത്തിൽ ഇവരെല്ലാം ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇവരെക്കാൾ ഒക്കെ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. ജോസഫിന്റെ ജീവിതം ഏകദേശം 40-42ഓളം കണക്ഷൻസ് ആണ് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ജോസഫിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്: വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ ഇവിടെ ജോസഫ് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാ ചെയ്തത് വിശ്വാസത്താൽ. പെട്ടകം പണിതു, യാഗം കഴിച്ചു, പിന്നെ മക്കളുണ്ടായി വിശ്വാസത്താൽ ഒരാൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇങ്ങനെ എല്ലാം തന്നെ. ഇപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അതിന്റെ അടിത്തറയായിട്ട് വേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. കാണാത്ത കാര്യങ്ങളെ അതുള്ളതുപോലെ വിശ്വസിക്കും. ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ വാക്കുകൾ പറയുന്നതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. അപ്പോൾ എബ്രായർ 11-ന്റെ 22 ജോസഫിനെ കുറിച്ച് പറയുന്നു. എന്താണ്? വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ. നോക്കണം, മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി സാധാരണ എന്തൊക്കെയാ പറയാ? മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി എന്തൊക്കെയാ പറയുന്നത്? സ്വത്ത് വീതിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ മനസ്സിലായില്ലേ, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങള്, അല്പം അകലെയുള്ള റിലേറ്റീവ്സിനൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഏറ്റവും അടുത്ത മക്കളെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് സങ്കടമായിരിക്കാം, അവരെ വിട്ടുപോകുന്ന ദുഃഖമായിരിക്കാം.
നമുക്ക് പലതരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മരിപ്പാറാകുമ്പോഴുള്ള ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ. ഇവിടെ ജോസഫ് ചെയ്തത് ഏറ്റവും ശ്രദ്ധേയമാണ്. മരിപ്പാറായപ്പോൾ ജോസഫ് എന്തോ ചെയ്തത്? ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ച് കാര്യം ഓർപ്പിച്ചു. ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ അതെ പ്രവചനാത്മാവിൽ കണ്ടിട്ട് മരിക്കാൻ പോവുക, അവസാനത്തെ ശ്വാസം എടുക്കാൻ പോവുക. ജോസഫ്, നിങ്ങളെ ഇവിടുന്ന് ദൈവം പുറപ്പെടുവിക്കും, വർഷങ്ങൾ കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുമെന്നുള്ള ഒരു പ്രവചനമാണ് വിശ്വാസത്താൽ ജോസഫ് അവിടെ കൊടുക്കുന്നത്. തന്നെയുമല്ല, അതിനോട് ചേർത്ത് എന്റെ അസ്ഥികളെ കുറിച്ചും കൽപ്പന കൊടുത്തു. ജോസഫിന്റെ അസ്ഥികള് പിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ കൊണ്ടുപോയി ഇടണം എന്നുള്ള ആ ഒരു ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ വാക്യമേ ജോസഫിനെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നുള്ളൂ. 11-ാമത്തെ അധ്യായം 22-ാം വാക്യം. അതിന്റെ നമ്പറും ഓർത്തിരിക്കാൻ എളുപ്പമാ, 11:22. ജോസഫിനെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം എന്തായിരുന്നു ജോസഫിന്റെ ജീവിതം എന്നുള്ളത്. ജോസഫിന്റെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്തെ ആണ് ജോസഫിന്റെ വിശ്വാസം പ്രകാശിച്ചു നിൽക്കുന്നതായിട്ട് 11-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ജോസഫ് യാക്കോബിന്റെ ആദ്യജാതനായിരുന്നു. വയസ്സിലും പ്രായത്തിലുമല്ല ആദ്യജാതന്. സ്ഥാനത്തിൽ ജോസഫ് ആദ്യജാതനായിരുന്നു. വാസ്തവത്തിൽ ആദ്യജാതനാവേണ്ടത് അത് റൂബനാണ് ആദ്യജാതനാവേണ്ടത്, ലേയുടെ മകൻ റൂബന്. എന്നാൽ തന്റെ അപ്പന്റെ കിടക്ക മലിനമാക്കിയത് കൊണ്ട് റൂബൻ ആദ്യജാതന്റെ പദവി നഷ്ടപ്പെടുത്തി. അതിനുശേഷം പിന്നുള്ളവർക്കൊന്നും അത് പോകാതെ യാക്കോബ് ഹൃദയം കൊണ്ട് ഏറെ സ്നേഹിച്ച റാഹേലിന്റെ ആദ്യ മകനായ ജോസഫ് ആദ്യജാതനായിട്ട് തീർന്നു. അങ്ങനെ ആണ് ജോസഫിന് ആദ്യജാത പദവി അവിടെ ലഭിക്കുന്നത്. തനിക്ക് ലഭിച്ച ആദ്യജാത പദവി ജോസഫ് വ്യക്തമായിട്ടും ഏറ്റവും പ്രയോജനകരമായിട്ടും ജോസഫ് ഉപയോഗിച്ച നിമിത്തം ജോസഫിന്റെ മക്കളെയും അതേ ഇസ്രായേലിനോട് ചേർക്കത്തക്കവണ്ണം യാക്കോബ് കരം വെച്ച് അനുഗ്രഹിച്ച്, ഇളയവനെ മൂത്തവനായിട്ട് അനുഗ്രഹിച്ച്, രണ്ടാമത്തവനായ എഫ്രൈമിനെ ആദ്യജാതനാക്കി അനുഗ്രഹിച്ച് വിടുന്ന കാണാൻ സാധിക്കും. കാരണം തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ജോസഫ് ചെയ്തത്. എന്നാൽ ഈ ജോസഫിന്റെ ജീവിതത്തിൽ ഒരു വലിയ വേദന എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫിനെ സഹോദരന്മാർ പകയ്ക്കാനുള്ള കാരണം അപ്പന് ജോസഫിനോട് പ്രിയമാണ്. അപ്പന് ജോസഫിന് നല്ല നിറമുള്ള കുപ്പായം തയ്പ്പിച്ചു കൊടുത്തു. അതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് അസൂയ മൂത്ത കുറച്ച് സഹോദരന്മാര്. തന്നെയുമല്ല, അതിന്റെ പുറത്ത് ജോസഫ് സ്വപ്നം കണ്ടു. എന്നാൽ ജോസഫ് കണ്ടിട്ട് ഈ പയ്യൻ അത് വെറുതെ ഇരിക്കണ്ട ആ കണ്ട സ്വപ്നവും കൊണ്ട് അത് വിളിച്ചങ്ങ് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ നിഷ്കളങ്ക മനസ്സിൽ വിളിച്ചു പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ശരിയായ യാഥാർത്ഥ്യം ജോസഫിന് അപ്പോഴും പിടികിട്ടുന്നില്ല. ഈ ഡ്രീമിന്റെ, ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് ജോസഫിന് ഒരു ഊഹവുമില്ല. അതെ, എല്ലാവരും സൂര്യചന്ദ്രന്മാരെല്ലാം വന്നിട്ട് എന്നെ നമസ്കരിക്കും, ഞാനാകുന്ന കറ്റയുടെ മുമ്പിൽ ബാക്കി എല്ലാവരും വന്ന് നമസ്കരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ജോസഫിന് ഒരു തിട്ടവുമില്ലായിരുന്നത് കൊണ്ട് ചേട്ടന്മാരോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു. ഒരുപക്ഷെ ചേട്ടന്മാർ സഹായിച്ചാലോ എന്റെ ഈ സ്വപ്നത്തിന്റെ അർത്ഥം. അതെ, ജോസഫിന് മനസ്സിലാകാത്തത് ചേട്ടന്മാർക്ക് മനസ്സിലായി. അപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ ഞങ്ങളുടെ മേലെ റൂൾ ചെയ്യുമെന്നോ, ഞങ്ങളുടെ മേലെ നീ അധികാരം എടുക്കുമെന്നാണോ നിന്റെ സ്വപ്നം കൊണ്ട് നീ പറഞ്ഞു വരുന്നത്? ഇങ്ങേറ്റ അപ്പനായ യാക്കോബ് പോലും അതേ ജോസഫ് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു, ഞാനും നിന്റെ അമ്മയും നിന്നെ നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നത്? അമ്മ അപ്പോൾ ജീവിച്ചിരിപ്പില്ല, റാഹേൽ മരിച്ചു, റാഹേൽ ഇല്ല. അപ്പോൾ ഓർത്തു നോക്കണം, ജോസഫ് കണ്ട സ്വപ്നത്തിന് അത് ഏറെ ദൈർഘ്യമുള്ളതാ. അത് ഏറെക്കാലം കഴിഞ്ഞ് പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു കാര്യമാണ് ജോസഫ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ. എന്തായാലും സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു, സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടു. അങ്ങനെ അതെ, അതിനുശേഷം എന്തുപറ്റി? ഈ സ്വപ്നക്കാരന് വന്നു വീണത് പൊട്ടക്കിണറ്റില്, അത് കഴിഞ്ഞ് പൊത്തിഫറിന്റെ വീട്ടില്, അത് കഴിഞ്ഞ് ഫറവോന്റെ വീട്ടില്. അങ്ങനെയെല്ലാം ആയപ്പോ ജോസഫിന്റെ സ്വപ്നം ഇവിടെ പോയി. ജോസഫിന്റെ സ്വപ്നം ഏറെക്കുറെ
ചത്ത മാതിരി, മരിച്ച മാതിരി ജോസഫിനകത്ത് അത് ആയിരിക്കുമ്പോഴും പിന്നെ ജോസഫിന് സ്വപ്നത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. ചേട്ടന്മാരോട് പറഞ്ഞതോടുകൂടെ ജോസഫ് പുസ്തകം മടക്കി, ഇനിയും എന്റെ സ്വപ്നത്തെ കുറിച്ച് ഞാൻ ആരോടും പറയുന്നില്ല. പിന്നീട് ആ സ്വപ്നങ്ങളെ കുറിച്ച് അവിടെ വിവരിക്കുന്നില്ല. പിന്നെ ഫറവോന്റെ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരുന്നാലും കൊള്ളാം, ഈ ജോസഫിന്റെ ഉള്ളിലെ ജീവനുള്ള ചില തുടിപ്പുകളുണ്ട്. എന്താണ്? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, എന്റെ അപ്പനായ യാക്കോബിന്റെ ദൈവം അവൻ എന്നെ നടത്തുമെന്നുള്ള വലിയ ഉൾബോധ്യം ഈ ജോസഫിന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ വിശ്വസിച്ച് ജോസഫിന് എന്താണ് അത് പ്രതിഫലമായിട്ട് ലഭിക്കുവാനിടയായി തീർന്നു. എബ്രായർ 11:1 നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ജോസഫിനെ സംബന്ധിച്ച് അതിനകത്തെ 6ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സാഹചര്യം എല്ലാം പ്രതികൂലമായപ്പോഴും ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജോസഫിന്റെ പേര് ഇവിടെ വരാൻ കാരണമായിട്ട് തീർന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും, ദൈവത്തിന്റെ അടുക്കൽ അപ്പം ദൈവമുണ്ടെന്നറിയാതെ തന്നെ ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയുമെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. ദൈവമുണ്ട് എന്നുള്ള വലിയ വിശ്വാസമൊന്നും വേണമെന്നില്ല. രാവിലെ എഴുന്നേറ്റ് 2-3 പാട്ട് പാടി, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം ഉണ്ട് അത് തുറന്നു വായിച്ചു, നമ്മൾ പഠിച്ചു വെച്ച ചില പ്രാർത്ഥനകൾ നമ്മൾ ആവർത്തിക്കുന്നു, അത് ഉരുവിടുന്നു. ദൈവം ഉണ്ട് എന്ന് അറിയാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വായിക്കുന്ന 6ാം വാക്യത്തിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെ വിശ്വസിച്ച ഒരുവനായിരുന്നു ജോസഫ്. പ്രതിഫലം ഏത് തരത്തിലാണ് വരുന്നതെന്ന് ജോസഫിന് അറിയത്തില്ല, ഏത് റൂട്ടിൽ കൂടാ വരുന്നതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും തന്നെ അന്വേഷിക്കുന്നവരെ നിരസിച്ചു കളയാത്ത ഒരു ദൈവമുണ്ട് എന്ന് ജോസഫ് വ്യക്തമായിട്ട് വിശ്വസിച്ചു. ജോസഫിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ജോസഫ് വിശ്വാസത്തോടെ കാത്തിരിക്കുക ചെയ്തത്. ഹാബേല് വിശ്വാസത്തോടെ ആരാധിച്ചു, ഹാനോക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് കൂടെ നടന്നു, നോഹ വിശ്വാസത്തോടുകൂടി പെട്ടകം പണിതു, അബ്രഹാം വിശ്വാസത്തോടുകൂടി എങ്ങോട്ടെന്നറിയാതെ ലക്ഷ്യമില്ലാതെ നടന്നു, ഇസഹാക്ക് വിശ്വാസത്തോടെ തന്റെ മക്കളെ അനുഗ്രഹിച്ചു, യാക്കോബ് വിശ്വാസത്തോടെ ദൈവത്തോട് മല്ലിട്ടു, ദൈവത്തോട് മല്ലിട്ട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നാൽ ജോസഫ് അതേ വിശ്വാസത്താൽ ദൈവത്തെ കാത്തിരുന്നു. ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു പാസീവായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ മതിലുകള്, വിശ്വാസത്തിന്റെ മസിൽസ് സ്ട്രെങ്തൻഡ് ആവുന്നത്. കാത്തിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ഈ കാത്തിരിക്കുന്ന സമയം ദൈവത്തിന്റെ വചനം നമ്മളുടെ അകത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഈ കാത്തിരിക്കുന്ന സമയത്ത് ചില ചെത്തലുകളും ചില ഒരുക്കലുകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അത് വെയിറ്റിംഗ് ടൈം ഈസ് എ റിവാർഡിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റ് ടൈം. അതൊരു വേസ്റ്റ് അല്ല ഒരിക്കലും. ഇങ്ങനെ കാത്തിരുന്ന ഒരു ജോസഫിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തില് ജോസഫ് എവിടെയാ കാത്തിരുന്നത്? എല്ലാവരും അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമിനകത്തൊക്കെ കർത്താവിന്റെ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴേ ജോസഫ് ആദ്യം കാത്തിരുന്നത്, ആദ്യം പൊട്ടക്കിണറ്റിൽ കിടന്നു കാത്തിരുന്നു ആരെങ്കിലും എഴുന്നേൽപ്പിക്കുമെന്ന്. രണ്ടാമത് ജോസഫ് കാത്തിരുന്നത് പൊത്തീഫറിന്റെ വീട്ടിലാ. ദൈവം ഒരുക്കിയ ജോസഫിന്റെ പ്രാർത്ഥന മുറി പൊത്തീഫറിന്റെ വീട്ടിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തില്. പക്ഷേ ആ കാത്തിരുന്ന സമയത്ത് ജോസഫ് ആരായി തീർന്നു? ജോസഫ് അവിടുത്തെ ഏറ്റവും നല്ല ഒരു ജോലിക്കാരനായിട്ട്. ഹി ബിക്കേം എ ബെസ്റ്റ് സ്ലേവ്. ജോസഫിനെ ഒരു അടിമയായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഓർക്കണം. പൊത്തീഫറിന്റെ വീട്ടിൽ ചെന്നെത്തി. അവിടെ പൊത്തീഫറിന്റെ വീട്ടില് ജോസഫ് ഏറ്റവും നല്ല ഒരു വിശ്വസ്തനായ ഒരു വേലക്കാരൻ, വിശ്വസ്തനായ ഒരു അടിമയായിരുന്നു. താൻ അടിമയായിരുന്നത് കൊണ്ട് തനിക്ക് അതിനകത്തൊരു കുറച്ചിലൊന്നും തോന്നിയില്ല. അടിമയായിരുന്നത് കൊണ്ട് ഇനി എന്ത് വിശ്വസ്തതയ്ക്ക് ഇവിടെ എന്ത് കാര്യം, ഇനിയിപ്പോ കുറച്ച് വിശ്വസ്തത ഇല്ലാതെ അങ്ങോട്ട് അയക്കാം എന്നൊരിക്കലും ജോസഫ് വിചാരിച്ചില്ല. എന്നെ അടിമയ്ക്ക് വെറും കാശിന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. അവര് പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന മിദ്യാന്യ കച്ചവടക്കാരുടെ കരങ്ങളിൽ അവർ പൈസ കൊടുത്തിട്ടാണ് ഈ ജോസഫിനെ അവർ വിറ്റ് കളഞ്ഞത്. എന്നിട്ട് പോലും ജോസഫിന് എന്തൊക്കെ ചിന്തിക്കാമായിരുന്നു. അത്രയും കാശിന് വേണ്ടിയിട്ട്, അതേ 20 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് എന്നെ വിറ്റ് എന്റെ വില ഇത്രയേ ഉള്ളോ എന്നൊക്കെ ചിന്തിച്ച് ജോസഫിന് ഒരു പക്ഷെങ്കിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങാമായിരുന്നു. പക്ഷെങ്കിൽ ഹി ബിക്കേം ദ ബെസ്റ്റ്
slave. He became the best servant. He became a faithful servant. പൊത്തിഫറിന്റെ വീട്ടില് ജോസഫിന്റെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തീകരിച്ചു. അത് ജോസഫ് തന്റെ വിശുദ്ധിയെ സൂക്ഷിച്ചു. താൻ കാത്തിരുന്ന സമയത്ത് ജോസഫ് തന്റെ വിശുദ്ധിയെ സൂക്ഷിക്കുകയായിരുന്നു ചെയ്തത്. നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ നമ്മളുടെ അകത്തുള്ള വിശുദ്ധിയെ വർക്കൗട്ട് ചെയ്യണം നമ്മള്. ഇനി എന്താ ചെത്തിക്കളയാനുള്ളത്, എന്താ പുറത്തു കളയാനുള്ളത്, എന്താ ഇനി അനുസരിക്കാനുള്ളത്, എന്താ എന്റെ അകത്തുള്ള റിബല്യസ്നെസ് എന്താ? ഇല്ല, ഞാൻ ഈ പഠിച്ചത് ഞാൻ ഈ കേട്ടത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ. അഥവാ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തേക്ക് പോയിട്ട് ദൈവത്തിന് എന്താ എന്നോട് പറയാനുള്ളത്? വെയിറ്റിംഗ് ടൈം ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുക തന്നെയല്ല, ആശ്രയിക്കുന്നതോടുകൂടി നമ്മുടെ ചില ബിഹേവിയർ സിസ്റ്റം മാറ്റുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തുക, ചിലതിനെ അഴിച്ചു മാറ്റുക. ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിലെ ഏറ്റവും നല്ലൊരു എക്സലന്റ് അടിമയായിരുന്നു, ഏറ്റവും നല്ലൊരു ലേബറായിരുന്നു, ഏറ്റവും നല്ലൊരു വേലക്കാരനായിട്ടിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനുണ്ട്. ഞാനിവിടെ ഷൂ പോളിഷ് ചെയ്യുവാണെങ്കിലും, മുറി തുടയ്ക്കുന്നവനാണെങ്കിലും, ഭക്ഷണം പാകം ചെയ്യുന്നവനാണെങ്കിലും, അവരുടെ ടോയ്ലറ്റ് കഴുകുന്നവനാണെങ്കിലും ഞാനത് വിശ്വസ്തയോടെ ചെയ്യും. വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ എനിക്ക് പ്രതിഫലം തരുന്നത് പൊത്തിഫറല്ല, പൊത്തിഫറിന്റെ ഭാര്യയല്ല. അവരൊക്കെ കൊടുത്ത പ്രതിഫലത്തിന്റെ വലിമയൊക്കെ നമുക്കറിയാം. അവരാരും അല്ല ജോസഫിന് പ്രതിഫലം കൊടുത്ത് മാനിക്കാൻ പോകുന്നത്. പിന്നെയോ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് ജോസഫ് വിശ്വസിക്കുന്നു. അപ്പോൾ ജോസഫ് അവിടെയും ജോലി ചെയ്തു. നമ്മൾ പറഞ്ഞു വന്നു, അങ്ങനെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവൻ ജോലി ചെയ്യുന്നവനായിരിക്കണം. സദൃശവാക്യം 12:24 വായിക്കുന്നു, ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. ജോസഫ് ഒരിക്കലും ഒരു മടിയനായിരുന്നില്ല. ജോസഫ് ജോലിയിൽ വീഴ്ച വരുത്തിയെന്നൊരു കുറവ് ജോസഫിനവിടെ പൊത്തിഫറിന്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നീ ചെയ്യുന്ന ജോലിക്ക് എന്താ ഒരു വൃത്തിയില്ലാത്തതെന്ന് അവിടെ ആരും പറയാൻ ജോസഫ് ഇട കൊടുത്തിട്ടില്ല. തന്റെ ജോലിയിൽ താൻ ഏറ്റവും വിശ്വസ്തനുമായിരുന്നു, ഏറ്റവും ആത്മാർത്ഥതയോടെ ജോലി ചെയ്തു. അതായിരുന്നു ജോസഫിന്റെ വെയിറ്റിംഗ് ടൈം. നമ്മൾ വിശ്വാസത്തോടെ പല വിഷയങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുക. എന്നാൽ നമ്മുടെ മുമ്പിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന് രാവിലെ കാലം ഒരു മടങ്ങി വരവിന്റെ സമയമായിട്ട് തീരട്ടെ. അടുത്തത് ജോസഫ് വെയിറ്റ് ചെയ്തൊരു സ്ഥലം എവിടാന്നറിയാമോ? പൊത്തിഫറിന്റെ വീട്ടിലാണ് വെയിറ്റ് ചെയ്ത്. ഇനി അടുത്തത് ജോസഫ് കാത്തിരിക്കുന്നത് ജയിലിലാണ്. ഹി വെയിറ്റഡ് ഇൻ ദ പ്രിസൺ. ജയിലിലെ ജോസഫ് കാത്തിരിക്കുന്നത്. അപ്പോഴിതാ അവിടെ കണ്ടു ഒരു അപ്പക്കൊട്ടക്കാരനെയും ഒരു പാനപാത്രവാഹകനെയും. അവരാകെ വിഷമിച്ചിരിക്കുക. ജോസഫ് കാരാഗ്രഹത്തില. ഞാൻ എന്റെ സങ്കടം തീർന്നിട്ടാണ് നിന്റെ സങ്കടം തീർക്കുന്നത് എന്ന് ജോസഫ് ഒരിക്കലും വിചാരിച്ചില്ല. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അവന്റെ വിഷയങ്ങളൊക്കെ ചോദിച്ചു. രാജാവ് ഞങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ജോസഫ് അവരെ കുറിച്ച്, അവര് കണ്ട സ്വപ്നത്തെ കുറിച്ച് ജോസഫ് അവർക്ക് വിശദീകരണം കൊടുത്തിട്ട് ആ സ്വപ്നം പോലെ തന്നെ നടക്കുവാനിടയായി തീർന്ന് ഒരുവൻ പുറത്തുപോയി രാജാവിന്റെ പാനപാത്ര വാഹകനായിട്ട് വീണ്ടും ജോലി ചെയ്യാനിടയായി തീർന്നു. ജോസഫിന്റെ ജയിലിലെ വെയിറ്റിംഗ് ടൈം ജോസഫ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഹി ബിക്കേം ദ ബെസ്റ്റ് പ്രിസണർ. പൊത്തിഫറിന്റെ വീട്ടിലെ ഹി ബിക്കേം ദ ബെസ്റ്റ് സ്ലേവ്. എന്നാൽ ജയിലിൽ വന്നപ്പോഴേ ജോസഫ് അവിടുത്തെ ഏറ്റവും അത്യുത്തമനായ ജയിൽവാസി. ആരെങ്കിലും ഉണ്ടോ? സാധാരണ ജയിലിൽ കിടക്കുന്നവര് തമ്മിൽ അടിയും ബഹളവും, അവര് തമ്മിൽ മുറിവേൽപ്പിക്കും. അവിടെ കിടന്ന് സ്വഭാവം നന്നാവുന്നവരാരുമില്ല. എന്നാൽ ഇതാ ഒരു ജോസഫ് ചെന്ന് ജയിലിൽ കിടന്നപ്പോഴേ അവിടുത്തെ ഏറ്റവും നല്ല ജയിൽ അന്തേവാസിയായിട്ട് തീർന്നു. അത് നിമിത്തം ജോസഫിനെ ചില ചുമതലകളൊക്കെ ഏൽപ്പിക്കാൻ കാരണമായിട്ട് തീർന്നു എന്ന് കാണാനിടയായി തീരുന്നു. ജോസഫ് ഒരിക്കലും ഒരു ഡീപ്പ് ഡിപ്രഷനിലോട്ട് പോയില്ല. ജോസഫ് ഒരിക്കലും നിരാശപ്പെട്ടു. ഇനി ആശയ്ക്കൊരു വഴിയുമില്ല, കമ്പി അഴികൾക്കുള്ളിൽ ഞാൻ ആയിത്തീർന്നു എന്ന് പറഞ്ഞ് ജോസഫ് തന്നെ ഒരു നെഗറ്റീവിലോട്ട് കൊണ്ടുപോയില്ല. അപ്പോഴും ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് ജോസഫ് വിശ്വസിക്കുന്ന കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താ? അവൻ മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ മറ്റുള്ളവന്റെ സങ്കടം തീർക്കാൻ പോയി. അവന്റെ അടുത്ത
അടുത്തുണ്ടായിരുന്നവന്റെ കണ്ണുനീരൊപ്പാനായിട്ട് അവൻ കടന്നുപോയി. മറ്റുള്ളവന്റെ ജീവിതത്തില് ചില പണികൾ ചെയ്യാനായിട്ട് ജോസഫിന്റെ വെയിറ്റിംഗ് ടൈം ജോസഫ് ഉപയോഗിച്ചു. ഇന്ന് നമ്മൾ എങ്ങനെയാ നമ്മുടേതായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ, നമുക്ക് വിഷയങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല. നമുക്കെപ്പോഴും വിഷയങ്ങളുണ്ട്. എന്നാല് നമ്മളുടെ ചിന്തകൾ അതിനകത്ത് ഒതുങ്ങി നിൽക്കാതെ, അതിനെ ഒരു വേലി കെട്ടി അതിനകത്തേക്ക് നമ്മൾ നോക്കാതെ നമ്മുടെ ചിന്തകൾ അതിന് പുറത്തേക്ക് വരട്ടെ. ദൈവഹിതം ചെയ്യേണ്ടതിനായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം കടന്നു വരും. എന്റെ വേലയ്ക്ക്, എന്റെ രാജ്യത്തിന് ഇവൻ അധ്വാനിക്കുന്നത് കൊണ്ട്, അതിനിവൻ ചുമല കൊടുക്കുന്നത് കൊണ്ട് ഇവന്റെ വിഷയത്തിന് ഞാൻ ഉത്തരം കൊടുത്തേ മതിയാകൂ എന്നുള്ള നിർബന്ധം ദൈവത്തിന്റെ മേലെ വരാനിടയായിട്ട് തീരും. ഇവിടെ ജോസഫ് അവനൊരു ബെസ്റ്റ് പ്രിസണറായിട്ട് കഴിഞ്ഞു. അങ്ങനെ 13 വർഷക്കാലമാണ് ജോസഫ് ഒരു പൊത്തിഫറിന്റെ വീട്ടിലും ജയിലിലും കഴിഞ്ഞ വർഷങ്ങൾ. ഓർത്തു നോക്കി, 1-2 വർഷമല്ല, 1-2 മാസമല്ല, 10 വർഷമല്ല, 13 വർഷം പൊത്തിഫറിന്റെ വീട്ടിലും ജയിലിലുമായിട്ട് ജോസഫിന് കഴിഞ്ഞുകൂടാൻ ഇടയായി തീർന്നു. 17-ാമത്തെ വയസ്സിൽ ജോസഫിനെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടത്. 17-ാമത്തെ നല്ല യൗവനം തുടിക്കുന്ന സമയം. അവിടൊക്കെ ജോസഫ് അബ്രഹാമിന്റെ ദൈവത്തില് ജോസഫ് കാത്തിരുന്ന് വിശ്വസിച്ചു. അടുത്തതായിട്ട് ജോസഫ് വെയിറ്റ് ചെയ്ത മറ്റൊരു സ്ഥലമാണ് ഫറവോന്റെ കൊട്ടാരം. അവിടുന്ന് കൊട്ടാരത്തിൽ വന്നു. ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജോസഫ് വെയിറ്റ് ചെയ്ത 3 സ്ഥലം: പൊത്തിഫറിന്റെ വീട്, പ്രിസണ്, പാലസ്. 3-ാമത്തെ സ്ഥലമാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ജോസഫ് ആയിരിക്കുക. അവിടെ എന്താ ജോസഫിന് എന്താ കാര്യം? ജോസഫിനോട് ചോദിക്കും, ജോസഫെ ഇവിടെ എന്താ നിനക്ക് കാര്യം? ഇവിടെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ കൊട്ടാരത്തിൽ അവിടെ ഇഷ്ടം പോലെ അവിടെ ആൾക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. പക്ഷെങ്കില് ജോസഫിന് അവിടെ വന്നിട്ടും ചില കാര്യങ്ങൾ ദൈവത്തിന് ജോസഫിനെ പോലെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഫറവോൻ സ്വപ്നം കണ്ടു. സ്വപ്നം വിവേചിക്കാൻ സകല മന്ത്രവാദികളെയും വിളിച്ചു. ആർക്കും കഴിയുന്നില്ല. അപ്പോഴാണ് പാനപാത്രവാഹൻ ജോസഫിനെ കുറിച്ച് ഓർക്കുന്നത്. ജോസഫ് എന്ന് പറയുന്ന ഒരുവനുണ്ട്, അവന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെ ആ ജോസഫിനെ, അവന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി, അവന് പ്രിസണറായിരുന്ന, അവനൊരു ജയിലിലായിരുന്ന, പിടിക്കപ്പെട്ടവനായിട്ട് അവനെ കാരാഗ്രഹത്തിൽ അകത്ത് കിടന്ന കാരാഗ്രഹ വസ്ത്രങ്ങളെ ഒക്കെ മാറ്റിയിട്ട് ഫറവോന് ജോസഫിനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. 41:39 ഫറവോൻ പറയുന്നു, നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനില്ല, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നോക്കണം, ജോസഫ് കൊട്ടാരത്തിൽ കാത്തിരുന്ന സമയത്ത് ജോസഫിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം എന്താ? ജോസഫിനെ മേലധികാരിയാക്കി. പിന്നെ പറയുന്നു, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. അതെ, അവിടുത്തെ ജനത്തിന് അനുസരിക്കാൻ ജോസഫിന്റെ ഒരൊറ്റ വാക്ക് മതി. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരുന്ന ജോസഫിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നത് കണ്ടില്ലേ? ജോസഫ് ഇതിനു വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. ജോസഫ് ഇതിനു വേണ്ടിയിട്ടൊന്നും ഉപവസിച്ചുമില്ല. ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഇതായിരുന്നു ജോസഫിന്റെ നിലപാട്. ഇതാ മിസ്രയീം ദേശത്തിലൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നെന്ന് ആര് പറഞ്ഞു? ഫറവോൻ പറയുക ചെയ്യുന്നത്. ഫറവോൻ എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ മുദ്രമോതിരം, ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി. അന്ന് വരെ ഫറവോന്റെ കയ്യിൽ അധികാരത്തിന്റെ മോതിരം കിടന്നത്. ഫറവോൻ ആ മോതിരം എടുത്ത് ജോസഫിന്റെ കയ്യിലിട്ട് കൊടുത്തു. അവന്റെ നേർമയുള്ള വസ്ത്രം അവനെ ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളി അവന്റെ കഴുത്തിലിട്ടു. അങ്ങനെ ഇട്ട് അവനെ മാനിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ച് പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിലൊക്കെ മേലധികാരിയാക്കി. ജനങ്ങളോട് പറഞ്ഞു, മുട്ടുകുത്തുവീൻ, മുട്ടുകുത്തുവീൻ. ആരുടെ മുമ്പില്? ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തുവീൻ. കർത്താവ് യേശു ക്രിസ്തുവിനെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സകല മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങും, സകല നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. അതാ ജോസഫ് ഇന്ന് പുറത്തായിരിക്കുക. പക്ഷെങ്കിൽ പാലസിൽ ജോസഫ് വെയിറ്റ് ചെയ്യുക. ഈ കൊട്ടാരത്തിലായിരിക്കും ജോസഫിന് എല്ലാ അധികാരമുണ്ട്. നീ എന്താ നിന്റെ ഹൃദയത്തിൽ വരുന്നത് അത് ചെയ്തു കൊള്ളൂ എന്നുള്ള ഫറവോന്റെ വാക്ക് ജോസഫിന്റെ മുൻപിൽ നിൽക്കുകയാണ്. എന്തും ചെയ്യാനുള്ള അധികാരം ജോസഫിനുണ്ട്. ജോസഫിന് ഒരുപക്ഷെങ്കിൽ ആളയക്കാം, എന്റെ അപ്പനായ യാക്കോബ് ഉണ്ടോ? ജോസഫിന് ഒരുപക്ഷെങ്കിൽ ആളയക്കാം, എന്റെ സഹോദരന്മാർ എവിടെയുണ്ട്? ഒന്നും ജോസഫ് പോയില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യം നമുക്ക് ആക്സസ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോയേനെ. എന്നാൽ ജോസഫ് ഇങ്ങനെ യാതൊരു കാര്യവും ചെയ്യുന്നില്ല. അപ്പൻ എന്ത് ചെയ്യുന്ന പോലും ജോസഫ് അന്വേഷിക്കുന്നില്ല. കാരണം ജോസഫ് വിശ്വസിക്കുക.
തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവരാണെന്ന് ജോസഫ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അത് ജോസഫിന് മനസ്സിലായി. 75 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തരെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ജോസഫിന് മനസ്സിലായി, എന്നെ ഉയർത്തുന്നത് പാനപാത്രവാഹകനല്ല, എന്നെ ഉയർത്താൻ പോകുന്നത് പൊത്തിഫർ അല്ല, എന്നെ ഉയർത്താൻ പോകുന്നത് ഇങ്ങേറ്റ ഫറവോനുമല്ല, ഇവരാരുമല്ല എന്നെ ഉയർത്താൻ പോകുന്നത്. എന്നെ ഉയർത്താൻ പോകുന്നത് സ്വർഗത്തിലെ ദൈവം, ന്യായാധിപതിയായ ദൈവമാണ്. 75 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളിൽ വായിക്കുന്നു, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവ ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉയരത്തിൽ നിന്ന് വരുന്ന മാന്യതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു ജോസഫിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. തന്നെയല്ല, ഈ കാത്തിരിപ്പ് ജോസഫിന് ലഭിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ജോസഫിന്റെ പേര് മാറ്റി. ജോസഫിന്റെ പേര് മാറ്റി ആസ്നത്ത് സനാത്ത് എന്ന ജോസഫിന്റെ പേര് മാറ്റി. അതുപോലെ തന്നെ ജോസഫിന് ഒരു ഭാര്യയെ, ഒരു ജെന്റൈൽ ഒരു സ്ത്രീയെ ജോസഫിന് കൊടുക്കാനിടയായിട്ട് തീർന്നു. ഒരു ജാതീയ സ്ത്രീയെ ജോസഫ് ഭാര്യയായിട്ട് എടുക്കാനിടയായി തീർന്നു. നമ്മളോർക്കും ഈ യഹൂദനായ ജോസഫ് എങ്ങനെ ജാതീയ സ്ത്രീയെ എടുത്തു, അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ജ്ഞാന പദ്ധതിയിലുള്ളതാണ്. ഞാൻ ഇതിന്റെ കുറച്ചുകൂടെ വരുന്നതാണ് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഒരു ജാതീയ സ്ത്രീ ജോസഫിന് ഭാര്യയായിട്ട് വരാനുള്ള കാരണം? ജോസഫിന്റെ പേര് മാറ്റി സാപ്നത്ത് പനേഹ് എന്നും ഭാര്യയുടെ പേര് അസ്നത്ത് എന്നും പേരുള്ള ആ ഭാര്യ ജോസഫിന് ഉണ്ടാവാനിടയിൽ തീർന്നു. അവരിലുണ്ടായതാണ് എഫ്രൈമും മനശ്ശെ. അവരാണ് ഇസ്രായേൽ ഗോത്രത്തോട് ചേർന്നത്, ഒരു ജാതീയ സ്ത്രീയിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ തന്നെ മാനിക്കുന്ന ദൈവം അത് അവൻ ഉയരത്തിൽ തന്നെ മാനിക്കുമെന്നും അവൻ ന്യായാധിപതിയാണെന്നും അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നവരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ജോസഫ്. ഈജിപ്തിലായിരുന്നപ്പോൾ ദൈവം ജോസഫിനെ അങ്ങ് അനുഗ്രഹിച്ചു. ദൈവം ജോസഫിന്റെ കുടുംബജീവിതം അനുഗ്രഹിച്ചു. ദൈവം ജോസഫിന്റെ കാത്തിരിപ്പിനെ അനുഗ്രഹിച്ചു. അപ്പോൾ 3 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ജോസഫ് കാത്തിരുന്നത്. ജോസഫിന്റെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ജോസഫ് ധൃതി വെച്ച് അപ്പന്റെ അടുക്കലേക്കോ സഹോദരന്മാരുടെ അടുക്കലേക്കോ ഒക്കെ കാർ അയക്കാഞ്ഞത്, വണ്ടി അയക്കാഞ്ഞത്? അവരെ കാണണമെന്ന് എന്തുകൊണ്ട് ജോസഫിന് തോന്നിയില്ല? നമ്മൾ പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസം. ആ സമയത്ത് ജോസഫ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ജോസഫ് ചെയ്ത കൊട്ടാരത്തിൽ ജോസഫ് കാത്തിരിക്കുമ്പോൾ ജോസഫ് 3 കാര്യം ചെയ്തു. ഒന്ന്, സഹോദരന്മാരോട് ഉള്ള നിരപ്പ്. സഹോദരന്മാരോട് നിരപ്പ്. ഒരുപക്ഷെങ്കില് അത് ഫറവോൻ തന്നെ തന്റെ ഗ്രഹത്തിനൊക്കെ അധികാരിയാക്കി വെച്ചപ്പോൾ, ഇനി എന്താ സഹോദരന്മാര്, അവരവരുടെ കാര്യം പോയി നോക്കട്ടെ, അവരെന്നെ പൊട്ടക്കിണറ്റിലിട്ട് ഈ പരുവത്തിലാക്കി എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുമായിട്ടൊരു നിരപ്പിന് ഞാൻ ഒരുക്കമല്ലെന്ന് ജോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല. പക്ഷെങ്കില് ജോസഫ് ചെയ്തത് എന്താണ്? കൊട്ടാരത്തിലായിരുന്ന സമയത്ത് ജോസഫ് തന്റെ സഹോദരന്മാരോട് നിരക്കാനുള്ള എല്ലാ പദ്ധതികളും ജോസഫ് ചെയ്തു. സഹോദരന്മാരെ മുൻപിൽ ദൈവം കൊണ്ടുവന്നു. രണ്ടാമതായിട്ട് തന്റെ അപ്പനോട് ചേരുവാൻ ജോസഫിന്റെ ഏറെ താല്പര്യം ദൈവം മാനിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൽപ്പത്തി 46:30 ഇങ്ങനെയാ വായിക്കുന്നത്. ഇസ്രായേൽ ജോസഫിനോട്, യാക്കോബ് ജോസഫിനോട്, നീ ജീവിച്ചിരിക്കുന്നെന്നും ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെ, ജോസഫിനെ കാണാൻ വരുന്ന ഒരു യാക്കോബിനെ നമുക്കവിടെ കാണാം. തന്റെ അപ്പനോട് വീണ്ടും ചേരുവാൻ, അപ്പന്റെ ചൂട് വീണ്ടും അറിയുവാൻ ജോസഫിന് സഹായിച്ചു. കൊട്ടാരത്തിൽ കാത്തിരുന്നത് മൂലം സഹോദരന്മാരോട് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞു. അതെ, അപ്പനോട് ചേർന്നിരിക്കാനായിട്ട് വീണ്ടും ജോസഫിന് കഴിഞ്ഞു എന്ന് കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടെ സംഭവിച്ചു. റീബിൽഡിംഗ് എ നേഷൻ. ഒരു ഇസ്രായേൽ ഗോത്രത്തെ, ഇസ്രായേൽ രാജ്യത്തെ അതെ പണിതെടുക്കുന്ന ഒരു ദൗത്യം കൂടിയാണ് ജോസഫ് അവിടെ ചെയ്തത്. ഇവിടെ 22-ാം വാക്യത്തിൽ 11:22 വായിക്കുന്നുണ്ടല്ലേ? അവിടെ ജോസഫ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളോട് എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ച് ആ പുറപ്പാട് മറ്റൊന്നിനുമായിരുന്നില്ല, ഒരു രാജ്യം ഉണ്ടാകേണ്ടതിനായിരുന്നു. ഇങ്ങനെ ഈ 3 ഏരിയയില് ജോസഫ് കൊട്ടാരത്തിൽ കാത്തിരുന്നു. തന്റെ സഹോദരന്മാരോട് നിരപ്പ് പ്രാപിക്കേണ്ടതിന്, തന്റെ അപ്പനുമായിട്ട് ചേരേണ്ടതിന്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇസ്രായേൽ എന്നൊരു ഗ്രഹത്തെ അതിനെ ജനിപ്പിച്ച് അതിനെ വളർത്തി അതിനെ പുറത്തിറക്കേണ്ടതിനായിട്ട് ജോസഫിന്റെ കൈ ഒട്ടും ചെറുതല്ല. ഇന്ന് ജോസഫ്
മരണക്കിടക്കയില. അവിടെ കിടന്നുകൊണ്ട് ജോസഫ് പറയുകയാണ്, അത് ഉൽപ്പത്തി പുസ്തകം 50:24-25 ഇങ്ങനെയാ വായിക്കുന്നത്. അനന്തരം ജോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് സത്യം ചെയ്ത് ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. കാത്തിരുന്ന സമയത്ത് ജോസഫ് അവരുടെ പുറപ്പാടിനെ കുറിച്ച്, കാത്തിരുന്ന സമയത്ത് ജോസഫ് തന്റെ ഭാവിയെ കുറിച്ച് ഒക്കെയും ചിന്തിച്ചവനായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചാൽ ഇതൊക്കെയും അവിടെ സംഭവിച്ചു എന്ന് കാണാം. ഇങ്ങനെ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ ഓർപ്പിച്ച് അസ്ഥികളുടെ കൽപ്പന കൊടുത്ത ഒരു ജോസഫിനെ നമ്മളിവിടെ കണ്ടത്. കാത്തിരുന്ന ഒരു ജോസഫ്. മറ്റൊരു കാര്യം, അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടന്മാർക്കെല്ലാം ഭയങ്കര ടെൻഷനായി. ഇത്രയും നാൾ അപ്പന്റെ തണലിലൊക്കെ ഞങ്ങൾക്ക് നിൽക്കായിരുന്നു, എന്തായാലും അപ്പനുള്ളപ്പോഴേ ഇവൻ ഞങ്ങളുടെ നേരെ കൈ ഉയർത്തത്തില്ല. എന്നാൽ അപ്പൻ മരിച്ചു കഴിഞ്ഞതോടുകൂടി ഇവരുടെ മുട്ടുകാലിടിക്കാൻ തുടങ്ങി. ഇവർക്ക് ആകെ പ്രയാസമായി. അവരെ ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അവർ ജോസഫിന്റെ അടുക്കൽ ആളയച്ചു, അപ്പൻ മരിക്കുന്നു, നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവൻ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവരെ ജോസഫിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ചെയ്ത പഴയ കാലത്തിലെ പ്രവൃത്തികൾ അവരുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. എന്നാൽ ജോസഫിന്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ ആരെങ്കിലും ആ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒന്നും വേണ്ടിയില്ലെങ്കിലും ചിന്തിച്ചാ ദൈവം അവർക്ക് വേണ്ടത് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞേനെ. എന്നാൽ ജോസഫ് അങ്ങനെ ആയിരുന്നില്ല. ജോസഫിന്റെ സഹോദരന്മാർ വന്നു, ഏറെ സ്നേഹത്തോടെ കൈക്കൊണ്ടു. എന്നാൽ തന്നെ വെളിപ്പെടുത്തിയില്ല. സമയമായപ്പോൾ ജോസഫ് പറഞ്ഞു, യൂസഫ്, ഞാനാണ് ജോസഫ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ജോസഫ്, ഇവര് ഭയന്നാ വരുന്നത്, അപ്പൻ മരിച്ചു, ഇനി നീ ഞങ്ങളെ വല്ലതും ചെയ്യുവോ? എന്നാൽ ജോസഫിന്റെ ഹൃദയത്തില് യാതൊന്നുമില്ലായിരുന്നു. യാതൊരു കയ്പിന്റെ വേര് ജോസഫിന്റെ ഹൃദയത്തില് കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. ജോസഫ് ഈ ദൈവത്തെ മുറുകെ പിടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷം ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, ജോസഫ് ദൈവത്തെ അവന്റെ റൈറ്റ് പ്ലേസിൽ കൊണ്ടുവച്ചു. ദൈവത്തെ എവിടെങ്കിലും വാതിക്കലോ, ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ദൈവം ഒന്ന് നോക്കിക്കോണേ എന്നെ, അതിരിനോ ഒന്നുമല്ല ജോസഫ് വെച്ചത്. പിന്നെ ജോസഫ് ദൈവത്തെ വെക്കേണ്ട സ്ഥാനത്ത് നടുവിൽ തന്നെ വെച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-19 വാക്യം, 50, 18, 19 അത് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ വായിക്കുന്നത്. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിന്റെ അടിമകൾ എന്ന് പറഞ്ഞു. ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത ഒരു ജോസഫിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ദൈവത്തെ തന്റെ തിക്തമായ അനുഭവങ്ങളുടെ നടുവിൽ ജോസഫ് വെച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ജോസഫ് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പ്രവൃത്തിയും ചെയ്യാനായിട്ട് ജോസഫ് ഒരുക്കമാണ്. ജോസഫ് എപ്പോഴും ഒരുക്കമാണ്. അങ്ങനെ ജോസഫ് തനിക്ക് ലഭിച്ച അധികാരം ഒന്നും വൃഥാവാക്കി കളഞ്ഞുമില്ല. അപ്പോൾ നമുക്കിവിടെ കാണാം, റോമലേഖനത്തില് ഇവര് സഹോദരന്മാർ വന്ന് ചോദിക്കുന്നില്ലേ, നീ ഇനി ഞങ്ങളോട് പകരം വിട്ടുവോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഇങ്ങനെയുള്ളൊരു സമയത്തിനായിട്ടാണ് ദൈവം എന്നെ ഇവിടെ മിസ്രൈമിൽ ആക്കിയിരിക്കുന്നത്, നിങ്ങളുടെ പഞ്ഞം തീർക്കാൻ, നിങ്ങളുടെ ഒട്ടിയ വയർ മാറിപ്പോകാനായിട്ട്, അതിനു വേണ്ടിയിട്ടാണ് എന്ന് ജോസഫ് പറയുന്നുണ്ട്. റോമർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? റോമർ 12:17-21 വരെ ഇങ്ങനെയാ വായിക്കുന്നത്, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യർക്കും സമാധാനമുള്ളവരായിരിക്കും. അവിടെ അങ്ങനെ വായിക്കുന്നു. ജോസഫിനെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ. എന്താണ്? എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്ന് പറയുന്ന കർത്താവിനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാർ തന്നോട് ചെയ്തതിന് പകരമായിട്ടൊന്നും ജോസഫ് പ്രതികരിക്കുന്നില്ല. അവരെ ടെസ്റ്റ് ചെയ്തു. അവരപ്പനോടുള്ള അവരുടെ സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് ജോസഫ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്ക് ജോസഫിന്റെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യം, പൊത്തിഫറിന്റെ വീട്
ജയില്, പിന്നെ ഫറവോന്റെ കൊട്ടാരം, പൊട്ടക്കിണർ, ഇതെല്ലാം വാസ്തവമായ കാര്യമാണ്. ഇതൊന്നും കെട്ടിച്ചമച്ച കഥയല്ല, ഇതെല്ലാം നടന്ന കഥയാ. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ ഒരു പ്രധാന വാക്ക് എന്താണെന്ന് അറിയാമോ? ബട്ട് ഗോഡ്. എന്നാൽ ദൈവം. എന്നാൽ ദൈവം. അതാണ് ജോസഫിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. എന്നാൽ ദൈവം. 50-ാം അധ്യായത്തിന്റെ 20-21 ഉൽപ്പത്തി 50-ന്റെ 20-21 വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ബട്ട് ഗോഡ്. ബട്ട് ഗോഡ് എന്നാണ് അവിടെ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ബട്ട് ഗോഡ് ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇതാ ജോസഫിന്റെ ജീവിതത്തിൽ ബട്ട് ഗോഡ് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോവാ. ബട്ട് ഗോഡ്. എന്നാൽ ദൈവം എന്ന പറയുന്ന എന്നാൽ ദൈവം ജോസഫിന്റെ സാഹചര്യത്തിന്റെ നടുവിലേക്ക് പാദങ്ങൾ എടുത്തു വെച്ച് നടന്നു ചെല്ലുക. മറ്റു പല ഭാഗത്തും നമുക്ക് ഈ ബട്ട് ഗോഡ് കാണാൻ കഴിയും. അതെവിടൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബുദ്ധിമോശം കാണിക്കുമ്പോൾ ഉൽപ്പത്തി 20-22 വാക്യത്തിൽ നമുക്ക് കാണാം, അബ്രഹാം ഭാര്യയെ കൊണ്ട് മിസ്രൈമിൽ പോയി. അവിടെ ചെന്നപ്പോ അബീമേലെക്കിനോട് പറഞ്ഞു, ഇതെന്റെ ആരുമല്ല, എനിക്ക് അറിയത്തുമില്ല. അത് കേട്ടത് പാടി കേൾക്കാത്ത മാതിരി അബീമേലെക്ക് എന്ത് ചെയ്തു? അബ്രഹാമിന്റെ ഭാര്യയെ കൊട്ടാരത്തിൽ ഒളിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ സ്റ്റുപ്പിഡ് ആക്ഷനാണ് നമ്മളവിടെ കാണുന്നത്. യാതൊരു ബുദ്ധിയുമില്ലാത്തൊരു പ്രവൃത്തിയാണ് അബ്രഹാം അവിടെ ചെയ്തത്. എന്നാൽ അതിന്റെ നടുവില് there is a but God. ഉൽപ്പത്തി 20-ന്റെ 2-3 വാക്യത്തില് 3-ാമത്തെ വാക്യത്തിൽ എന്നാൽ രാത്രിയിൽ ദൈവം, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇടയ്ക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു അക്ഷരം കൂടെ വന്നു. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ബട്ട് ഗോഡ് കെയിം ടു അബീമേലെക്ക് ഇൻ എ ഡ്രീം ബൈ ഡേ. ബട്ട് ഗോഡ്. ജോസഫിന്റെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോൾ ഒറ്റ ഒരു കാര്യമേ ഉള്ളായിരുന്നു അസ്തമിക്കാതെ നിന്നത്, ബട്ട് ഗോഡ്. എന്നാൽ ദൈവം. അപ്പോൾ നമ്മൾ ബുദ്ധിമോശം കാണിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ബട്ട് ഗോഡ് അവൻ കടന്നു വരാൻ ഇടയായിത്തീരും. അതുപോലെ മറ്റൊന്ന്, നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ, നമുക്ക് പരിപാലനം വേണമെങ്കിൽ അതിന്റെ നടുവില് ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ കഴിയുന്നു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിലൊക്കെയും താമസിച്ച് ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ശത്രുക്കളെ കാണുമ്പോൾ ദാവീദ് അവിടെ മറഞ്ഞു കളയുന്നു. എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ബട്ട് ഗോഡ് എന്താണ് ചെയ്തത്? അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തു. നമ്മൾ ആദ്യം കണ്ടു, നമ്മൾ എത്ര ഫൂളിഷ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്താലും അവിടെ ദൈവം ബട്ട് ഗോഡ് വിൽ സ്റ്റെപ്പ് ഇൻ. രണ്ടാമതായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യമാണുള്ളതെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരും. മറ്റൊരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 2:23-24 കാണാം. അവിടെയും കാണാം ബട്ട് ഗോഡ്. ബട്ട് ഗോഡ് when all seems lost, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന സമയത്ത് ബട്ട് ഗോഡ്. അവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറയുന്നു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു വന്നു. ദൈവമോ അവിടെയാണ് ബട്ട് ഗോഡ് വരുന്നത്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടും, ബട്ട് ഗോഡ്. പിന്നെ ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യർക്ക് 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ. മലയാളത്തിൽ ആ വാക്ക് വരുന്നില്ല, ബട്ട്. അവിടെ ഒരു ബട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ വാക്ക് ഇങ്ങനെയാണ്, ബട്ട് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ഞാൻ പോക്കുവഴിയും തരും. ബട്ട് ഗോഡ് വിൽ ക്രിയേറ്റ്. ബട്ട് ഗോഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ ജോസഫിന്റെ ജീവിതത്തിൽ ഏറെ സാമ്യമുള്ളതാണ്. നമുക്ക് കംഫർട്ട് വേണ്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. നമുക്ക് സാൽവേഷൻ വേണ്ടപ്പോൾ ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവിടെ എന്താണെന്ന് ചോദിച്ചു, യോശുവയും കാലേബും ദേശം ഒറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജനം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാമോ? എങ്കിലും. ബട്ട്. പിന്നെ അവിടെ പറയുന്നു ബട്ട്. നമ്മുടെ ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങള് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിന്റെ ഒടുവില് മറന്നു പോകരുത്,
ബട്ട് ഗോഡ്. നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ബട്ട് ഗോഡ് എന്നായിരിക്കണം. പിന്നെ ദേശം ഒറ്റ നോക്കാനായിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഏറിയ പങ്കുപേരും വന്നേച്ച് അവര് പറഞ്ഞു ബട്ട് എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനം ബലവാന്മാരാ, നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. നമ്മളപ്പോ ഇത്രയും നേരം പറഞ്ഞു നമ്മൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്നാൽ ദൈവം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നു, അവന്റെ രക്ഷയുമായിട്ട് ആശ്വാസവുമായിട്ട്. നമ്മൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അവനവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരുന്നു. ബട്ട് ഗോഡ്. നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയപ്പോൾ ബട്ട് ഗോഡ്. നമ്മൾ സ്റ്റുപ്പിഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയും ദൈവം ഇറങ്ങി വരുന്നു ബട്ട് ഗോഡ്. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇസ്രായേൽ മക്കൾ ചെയ്തു. ദേശം ഒറ്റ നോക്കാൻ പോയേച്ച് അവര് വന്നേച്ച് പറഞ്ഞു ബട്ട്. അവര് പറഞ്ഞ ബട്ട് പറയാൻ നമ്മൾ ഒരിക്കലും ഇടയാവരുത്. പിന്നെയോ ഇത്രയും സമയം നമ്മൾ ചിന്തിച്ച ആ പോയിന്റ്സ് ഉണ്ടല്ലോ, അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ബട്ട് ഗോഡ് എന്ന് പറയാനായിട്ട് ദൈവം ഇന്ന് രാവിലെ കാലം നമ്മളെ സഹായിക്കട്ടെ. 105 സങ്കീർത്തനത്തിന്റെ 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ വായിക്കുന്നത്: യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ഇന്ന് ജോസഫിനെ കുറിച്ചാ പറയുന്നത്. യഹോവയുടെ വചനം നിവൃത്തിയാകണം. അതുവരെ ജോസഫ് പൊത്തീഫറിന്റെ വീട്ടിലും പൊട്ടക്കിണറ്റിലും അത് പാലസിലും അവനേറെ വിശ്വസ്തനായിട്ടിരുന്നു. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവനെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവർ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഇതായിരുന്നു ജോസഫിന്റെ ജീവിതം. ഓർത്തു നോക്കിയേ, ഇതായിരുന്നു ജോസഫിന്റെ ജീവിതം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ വലിമ തന്റെ തലമുറകളിൽ കൂടി വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഏറെ കാര്യങ്ങൾ ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ മോശയെ കുറിച്ചുണ്ട്, അബ്രഹാമിനെ കുറിച്ചുണ്ട്. എന്നാൽ ഏറെ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരിക്കുന്നത് ആരെ കുറിച്ച്? ജോസഫിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജോസഫിനെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹം നമുക്കൊന്ന് നോക്കാം. നമുക്കേറെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിന്റെ 22 തൊട്ട് 26 വരെ ജോസഫിനെ അവന്റെ അപ്പനായ യാക്കോബ് അനുഗ്രഹിക്കുക. ജെനസിസ് 49:22-26. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവയ്ക്കരിയ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേതെ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാല പുറപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇവിടെ നമുക്ക് കാണാം അപ്പൻ അനുഗ്രഹിക്കുക. അപ്പൻ അനുഗ്രഹിക്കുമ്പോ അപ്പൻ എന്താ പറയുന്നത്? വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അപ്പൻ കണ്ടു നിന്ന പോലെ ആ സഹോദരന്മാർ ജോസഫിനെ എത്രമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് താൻ കണ്ടു നിന്നതുപോലെ ഇവിടെ സംസാരിക്കുന്നത്. വില്ലാളികൾ നിന്നെ വിഷമിപ്പിച്ചു മകനെ. അവർ എയ്തു. എന്നാല് എയ്യുകയും ചെയ്തു, ജോസഫിനോട് പൊരുതുകയും ചെയ്തു. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ജോസഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. എങ്ങനെ ജോസഫിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കുന്നു? അമ്പും വില്ലും കയ്യിലുണ്ട്. ജോസഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അതിന്റെ അർത്ഥം എന്താ? ജോസഫിന് എല്ലാ ശക്തിയും ജോസഫിനുണ്ട്. ഈ വില്ല് അമ്പില് കുലച്ച് ഇതങ്ങോട്ട് വിടാനായിട്ട് എല്ലാ ശക്തിയും ജോസഫിനുണ്ട്. അത് മാക്സിമം വലിച്ച് വെക്കാനുള്ള ശക്തി ജോസഫിനുണ്ട്. പക്ഷെങ്കില് അതെ, ആ ശക്തിയെ അവനെ തടഞ്ഞവിടെ വെക്കുക ചെയ്യുന്നത്. ജോസഫിന്റെ കൈകൾക്ക് ശക്തിയുണ്ട്. എന്നാൽ ജോസഫ് ആ ശക്തി അവനോട്ടൊന്ന് മറച്ചു വെക്കുക, ഒരല്പസമയത്തേക്ക് മറച്ചു വെക്കുക ചെയ്യുന്നത്. അവന്റെ സ്വന്തമായിട്ടുള്ള ബലവും അവന്റെ ഡിസിപ്ലിനും എല്ലാം അതോടുകൂടെ അവിടെ ബ്രേക്ക് ചെയ്യുക. അവന് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുപോലെയാണ് ജോസഫ് അവിടെ ആയിരിക്കുന്നത്. ഇവിടെ ജോസഫ് വില്ല് കുലച്ച് അപ്പൻ പറയുന്നത് എന്താണ്? പിന്നെ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല് ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ അവന്റെ വില്ല് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, അമ്പ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പോയി തറയ്ക്കുന്നത് ഓരോ സഹോദരന്റെ നെഞ്ചത്താണ്. എന്നാൽ അതങ്ങനെ വരാതിരിക്കുവാൻ തക്കവണ്ണം ജോസഫിന്റെ കയ്യ് അതേ ബലത്തോടെ നിന്ന് പിടിച്ചു നിന്നു. അത് എയ്യുവാൻ, പുറത്തേക്ക് വിടാൻ ജോസഫ് സമ്മതിച്ചില്ല. ഹി നെവർ യൂസ്ഡ് ഹിസ് പവർ. ജോസഫിന് എല്ലാ അധികാരവും ഉണ്ടായിരുന്നു ജോസഫിന്. പക്ഷെങ്കില്
ജോസഫ് തന്റെ അപ്പനെയോ സഹോദരന്മാരെയോ ഒക്കെ കാണാനായിട്ട് ഈ അധികാരം ഒന്നും ഉപയോഗിച്ചില്ല. ജോസഫിന്റെ സഹോദരന്മാർ വില്ല് ഉപയോഗിച്ചു. അവരുടെ വാക്കാകുന്ന അമ്പ് എയ്ത് വിട്ട് ജോസഫിനെ കണ്ടമാനം ഉപദ്രവിച്ചു. ജോസഫ് ഒരിക്കലും ചെയ്യുന്നില്ല. നമ്മളിവിടെ വായിക്കുന്ന അങ്ങനെയാണ്. വില്ലാളികള് അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല് ഉറപ്പോൾ. ലോകത്തിന്റെ താങ്ങുതാണലൊക്കെ മാറിപ്പോയി. അതെ, പൊത്തിഫറിന്റെ വീട്ടുകാരും പോയി, പ്രിസണിലുണ്ടായിരുന്നവരും പോയി. എന്നാൽ നേരെ നിവർന്നു നിന്ന ഒരുവരുണ്ട്, അവനാണ് ജോസഫ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിയുന്നത്, അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ സ്പിരിച്വൽ സ്ട്രെങ്ത് അത് കാണിക്കുന്നത്. അവന്റെ സ്പിരിച്വൽ പലതും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്റെ കൈകൊണ്ട്. ഇങ്ങനെ ആ അമ്പ് വില്ലിന്മേൽ വെച്ചിട്ട് ഞാൻമേൽ തൊടുത്തു വിടുന്നത് പോലെ പലതും എനിക്ക് അന്നേരം ചെയ്തു തീർക്കാനുണ്ട്. പക്ഷെങ്കിൽ ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ അവന്റെ മസിൽ പവറിനെ അവനവിടെ അമക്കി നിർത്തി. ആ വില്ലൊരിക്കലും, ആ അമ്പൊരിക്കലും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. ആ അമ്പ് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ എന്റെ സഹോദരന്റെ നെഞ്ചത്ത് തറയ്ക്കുമെന്നുള്ള നല്ല വിശ്വാസം ജോസഫിനുണ്ടായിരുന്നു. അതാണ് യാക്കോബ് ഇവിടെ പ്രവചിക്കുക ചെയ്യുന്നത്. വില്ലാളികൾ നിന്നെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അത് അവനോട് പൊരുതി. എന്നാൽ അടുത്ത വാക്യം 24-ാം വാക്യം, 49-24, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഇന്ന് നമ്മുടെ വില്ല് ഉറപ്പോടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ അമ്പും വില്ലൊക്കെ നമ്മുടെ വാക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മറുവഴിയിൽ കൂടെ എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. പക്ഷെങ്കില് അതെ, നമ്മുടെ അത്തരം വില്ല് ഉറപ്പോടെ നിൽക്കട്ടെ. കാരണം നമ്മുടെ അകത്തുള്ള നമ്മുടെ ആത്മാവിന്റെ ബലം ആ വില്ലിനേക്കാളും അമ്പിനേക്കാളും കവിയുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ വില്ല് ഉറപ്പോടെ എന്റെ കൈ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ കൈ വിട്ടുപോകും. ഇത് എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ അകത്ത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തനായവൻ എന്റെ അകത്തുള്ളത് കൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന അമ്പും വില്ലും അതിന്റെ അമ്പിനേക്കാളും വില്ലിനേക്കാളും മൂർച്ചയുള്ളതും ബലമുള്ളതും എന്റെ അകത്തുള്ളത് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. യാക്കോബ് അവനെ കുറിച്ച് പ്രവചനം എഴുതുന്നത്, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഇന്ന് നമ്മുടെ വില്ല് ഉറപ്പോടെ നിൽക്കട്ടെ. നമ്മുടെ കയ്യിൽ പലതും അഭ്യസിക്കാൻ നമ്മുടെ പലതുമുണ്ട്, എന്നാൽ അതൊക്കെ ഉറപ്പോടെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ അകത്തെ മനുഷ്യൻ ഉറപ്പോടെ, അതെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലത്തോടെ പുറത്തു വരട്ടെ. ഈ വില്ലിന്റെ ശക്തിയെ കെടുത്തുന്ന, ഈ വില്ലിന്റെ അമ്പിന്റെ ശക്തിയെ മാറ്റി നിർത്തുന്ന അകത്തൊരു ബലം ആർക്കുണ്ടായിരുന്നു? ജോസഫിനുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വായിക്കുന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. എവിടെ നിന്നാ ജോസഫിന് ബലം കിട്ടിയത്? യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ അവനെ ബലപ്പെട്ടു. ഈ ഒരു വാക്യത്തിൽ 3 സ്ഥലത്ത് 3 ദൈവത്തിന്റെ പേരുകൾ പറയുന്നുണ്ട്. 49-ാമത്തെ അധ്യായത്തിൽ ജോസഫിന്റെ ജീവിതത്തോട്, ജോസഫിന്റെ അനുഗ്രഹത്തോട് ചേർത്തിട്ട് ദൈവത്തിന്റെ ഭുജം, യാക്കോബിന്റെ വല്ലഭൻ, 1-ാമത്തെ പേര് യാക്കോബിന്റെ വല്ലഭൻ, 2-ാമത് ഇസ്രായേലിന്റെ പാറ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇടയൻ. ജോസഫിന്റെ ജീവിതം എത്ര ധന്യമായിരുന്നു. 80-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായ ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ, ചെവിക്കൊള്ളണമേ, കെരൂബുകളുടെ മേൽ വസിക്കുന്നവനെ എന്ന് പറയുന്നുണ്ട് അവിടെ. ഇങ്ങനെ നമ്മളിവിടെ വായിച്ചു, ജോസഫ് വിശ്വാസത്താൽ തന്റെ പിതാവിനോട് കൂടിയായിരുന്നു. ജോസഫിനെ പൊട്ടക്കിണറ്റിലിടുമ്പോഴും ജോസഫിന് വിശ്വാസമുണ്ട്. അത് ജോസഫിനെ വിദ്യാന്യർക്ക് വിറ്റ് കളയുമ്പോഴും ജോസഫ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ പിടിക്കപ്പെട്ടപ്പോഴും ജോസഫിന്റെ അകത്ത് വിശ്വാസമുണ്ട്. തന്റെ കർത്തവ്യമൊക്കെയും വ്യക്തമായിട്ട് ചെയ്തു തീർക്കുവാൻ ജോസഫിന് കഴിഞ്ഞു. പിന്നെ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ജോസഫ് വിശ്വസിച്ചു. ജോസഫിന്റെ ഉള്ളിലുള്ള ബലത്തിന് ഒരു കുറവും വന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ജോസഫ് പാലസില. അവിടെ എന്താ ജോസഫ് ചെയ്യുന്നത്? കൊട്ടാരത്തിൽ ജോസഫ്, എങ്ങനെയാണ് കൊട്ടാരത്തിൽ ജോസഫ് എത്തിയത്? ആരാണ് ജോസഫിനെ കൊട്ടാരത്തിൽ എത്തിയത്? മറ്റൊന്നുമല്ല, ബട്ട് ഗോഡ്. എന്നാലോ ദൈവം പാപികളായ നമ്മൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ, റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ, നാമോ പാപികളായിരുന്നപ്പോൾ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അവിടെ അതുപോലെ തന്നെ ബട്ട് എന്നുള്ള വാക്ക് അവൻ വരുന്നത്. നമ്മൾ നല്ലവരായിട്ടല്ല അവൻ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചത്. അങ്ങനെ വിശ്വാസത്താൽ താൻ മരിപ്പാറായപ്പോൾ ജോസഫ്
തന്റെ അടുത്ത തലമുറ അവരിവിടുന്ന് പുറപ്പെടുമെന്നുള്ള ആ ഒരു വലിയ സന്ദേശം അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ ജോസഫിനോട് ചേർത്ത് വെക്കാനായിട്ടുള്ളത്? ഞാൻ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറയാനിടയായി തീർന്നു, ഈ ജോസഫും കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത്. അതെ, ക്രിസ്തുവിനെ കാണിക്കുന്നു ജോസഫ്. രണ്ടുപേരും അപ്പന്റെ പ്രസാദമുള്ള മക്കളായിരുന്നു. രണ്ടുപേരും they both are the beloved of the father. പിതാവിന്റെ ചങ്കായിരുന്നു രണ്ടുപേരും സഹോദരന്മാരാൽ പകയ്ക്കപ്പെട്ടു, രണ്ടുപേരും സഹോദരന്മാരാൽ ദുഷിക്കപ്പെട്ടു, രണ്ടുപേരും സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടു. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു ദിവസം വന്നു, ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റ്, രണ്ടുപേരുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു അവസ്ഥയുണ്ടായി. എഴുന്നേറ്റ് സകല മുഴങ്കാൽ നിങ്ങളുടെ മുമ്പിൽ വണങ്ങും, സകലത്തെയും ഭരിക്കുന്നൊരു സമയമുണ്ട്. ജോസഫിന്റെ സമയത്ത് അതുണ്ടായി. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അവൻ അധികാരമെടുത്തു, നമ്മുടെ ജീവിതത്തെ അവൻ റൂൾ ചെയ്യുന്നു. ഇനി അവൻ വീണ്ടും വന്ന് അതേ ലോകത്തിന്റെ മുഴുവൻ രാജാവായിട്ട് അവൻ കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീരുന്നു. രണ്ടുപേരും ത്യജിക്കപ്പെട്ടു, രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരുടെയും വസ്ത്രത്തെ അവർ ഉരിഞ്ഞു കളഞ്ഞു, വസ്ത്രത്തെ കീറിക്കളഞ്ഞു. രണ്ടുപേരെയും പൊട്ടക്കിണറ്റിലിട്ടു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൊട്ടക്കിണർ ഏതാണ്? അവനെ അടക്കിയത്. അവൻ ഭൂമിക്കടിയിലായിരുന്നു. അതെ, രണ്ടുപേരും. കർത്താവ് യേശു ക്രിസ്തു ഭൂമിക്കടിയിലായി. അതുപോലെ തന്നെ പൊട്ടക്കിണറ്റിൽ വീണ് ജോസഫും അതേ ഭൂമിക്ക് ഉള്ളിലായി തീർന്നു. രണ്ടുപേരുടെ അവസ്ഥ ഒന്ന്. രണ്ടുപേരെ വെള്ളിക്കാച്ചിന് വിറ്റുകളയുവാനിടയായിട്ട് തീർന്നു. രണ്ടുപേരെ എന്നാല് ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് രണ്ടുപേരും പുറത്തു വന്നു. കർത്താവ് യേശു ക്രിസ്തു മൂന്നാം ദിവസം അതേ അവൻ ഉയർത്തെഴുന്നേറ്റു കല്ലറയിൽ നിന്ന്. അതെ, രണ്ടുപേരും ചെയ്തതെല്ലാം തന്നെ അഭിവൃദ്ധിപ്പെട്ടു. അവരുടെ രണ്ടുപേരുടെയും കൈയുടെ ഫലം അഭിവൃദ്ധിപ്പെടുവാനായിട്ട് ഇടയായിട്ടെന്ന് പ്രോസ്പർ ചെയ്തു. 53:10 വായിക്കുന്നു. അതെ, അവരുടെ കൈകളുടെ പ്രവൃത്തികളൊക്കെ സാധ്യമായിട്ട് തീർന്നു. രണ്ടുപേരും ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്തു. പരീക്ഷ കടന്നു വന്നപ്പോൾ തങ്ങളെ വശീകരിക്കുന്ന കാര്യം രണ്ടുപേരുടെയും മുമ്പിൽ വന്നു. അതെ, ജോസഫ് പൊത്തീഫറിന്റെ വീട്ടില് കർത്താവ് യേശു ക്രിസ്തു 40 ദിവസം അതെ മരുഭൂമിയില് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. രണ്ടുപേരെയും ഒരു കാര്യവുമില്ലാതെ വഴിചാരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. രണ്ടുപേരെയും അക്രമികളുടെ കൂട്ടത്തിൽ അതിക്രമക്കാരുടെ കൂട്ടത്തിലും എണ്ണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതെ, ജോസഫിനെ അപ്രകാരം അവരെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ശിക്ഷ വിധിക്കപ്പെട്ട മനുഷ്യനെ പുറത്തെടുക്കാൻ രണ്ടുപേരെ ദൈവം ഉപയോഗിച്ചു. പാനപാത്രവാഹകൻ, അപ്പക്കൊട്ടക്കാരൻ, രണ്ടുപേരെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. എന്നാൽ ശിക്ഷ വിധിച്ച പാനപാത്രവാഹകനെ അതിൽ നിന്ന് പുറത്തിറക്കി ജീവങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ജോസഫിന് കഴിഞ്ഞെന്ന് കാണാൻ കഴിയുന്നു. ഇത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്നത്. ഏകദേശം 40-42 ഒറ്റൊരു കാര്യം കൂടി മാത്രം പറയാനായിട്ട് ഞാൻ ചിന്തിക്കുവാണ്. ജോസഫിനെ ഉയർത്തിയപ്പോൾ, ജോസഫിനെ മാനിച്ചപ്പോൾ, ജോസഫിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവന് മുദ്രമോതിരം ഇടിവിപ്പിച്ച്, അവന്റെ അങ്കികൾ ഇടിവിപ്പിച്ച്, സ്വർണ്ണ സരപ്പണി അവനെ അണിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ അടുത്തതുണ്ടായ അഭിവൃദ്ധി എന്താണെന്നറിയാമോ? ഒരു ജാതീയ സ്ത്രീയെ ഭാര്യയായിട്ട് ജോസഫിന് ലഭിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തപ്പെട്ട് ഭൂമിക്കടിയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് അവൻ ഉയർത്തപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ജാതികളാകുന്ന നമ്മള് ആ രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള വാതിൽ അവിടെ തുറക്കാനിടയായിട്ട് തീർന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം വഴി ജാതികളാകുന്ന നമ്മൾക്ക് അവന്റെ മണവാട്ടിയായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതെ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായിട്ട് നമ്മളെ വിവാഹ നിശ്ചയം കഴിക്കത്തക്കവണ്ണം അവൻ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇങ്ങനെ ജോസഫിന്റെ ജീവിതവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതവും വളരെ വളരെ ചേർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എബ്രായർ 11:22 വായിക്കാം. വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർമ്മപ്പെടുത്തി തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അസ്ഥിയിൽ ഒന്നുപോലും
പോലും ഒടിഞ്ഞു പോകാത്ത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ പുറപ്പാടിനെ മുന്നമേ കണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് യാഗമായിട്ട് തീർന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, ഈ ജോസഫിൽ കൂടി ക്രിസ്തുവിനെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ജോസഫിന്റെ ജീവിതമായിട്ട് ക്രിസ്തു ഏറെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലെ പിതാവ്, മറിയയുടെ ഭർത്താവ് ജോസഫ് എന്നുള്ള പേര് തന്നെയുള്ള ആള് തന്നെ ആ കർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് കർത്താവിന്റെ പേര് യെശുവാ ബെൻ യോസെഫ് എന്ന. ആ ജോസഫിനെ പോലെ കഷ്ടത അനുഭവിച്ചവൻ അതേ സമയത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതേ തന്റെ ഭൂമിയിലെ ജീവിതത്തിൽ തന്റെ പിതാവായിരുന്ന ജോസഫ്. ഈ വചനത്താൽ ദൈവം നമ്മളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കയ്യിൽ കരങ്ങൾ ഇളച്ചിരിക്കരുത്. കാത്തിരിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യുന്നവരായിട്ട് തീരാം. കാത്തിരിക്കുമ്പോൾ നമുക്ക് വിശ്വസ്തരായിട്ടിരിക്കാം. നമ്മൾ ബെസ്റ്റ് സ്ലേവ് ആയിരിക്കണം, ബെസ്റ്റ് പ്രിസണർ ആയിരിക്കണം. അതെ, അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിട്ട് തീരണം. ഫറവോന് പോലും വിശ്വസിക്കത്തക്കവണ്ണം ജോസഫിന്റെ ജീവിതമായി തീർന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കുമായി തീരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ